ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ദ ഇൻട്രോ ഓഫ് മൈ ന്യൂ വ്ലോഗ് ഓൺ ടുഡേ. യെസ്, ഐ വെന്റ് ഓൺ എ ട്രിപ്പ് ടു ഊട്ടി. ഊട്ടി എന്ന് കേട്ടാൽ എനിക്ക് ആകെ അറിയാവുന്ന ഒരൊറ്റ കാര്യം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ഈ ഒരൊറ്റ ജനറൽ നോളജും കൊണ്ടാണ് ഞാൻ ഊട്ടി കാണാൻ പോകുന്നത്. ലെറ്റ് മീ ടേക്ക് യു ടു ദ ബ്യൂട്ടി ഓഫ് ഊട്ടി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ രേഷ്മ മോസസ്. അങ്ങനെ അതിമനോഹരമായൊരു സായാഹ്ന സമയം, ഏതാണ്ട് ഒരു 5 o'clock ഓർ 5:30 ഇതിനിടയിലുള്ള ഏതോ ഒരു സമയത്ത് വി സ്റ്റാർട്ടഡ് അവർ ട്രിപ്പ്. ബട്ട് ഈ കാലാവസ്ഥ അത്രയ്ക്ക് അങ്ങോട്ട് സഹകരിക്കുന്നില്ലായിരുന്നു. വേറെവർ ഐ ലുക്ക് മഴയോട് മഴയാണ്. സോ ഐ സ്റ്റാർട്ടഡ് റെയിൻ റെയിൻ ഗോ അവേ. ദാറ്റ് സോങ് കൺവേർട്ടഡ് ടു ദി DJ song in the bell. So all are another level of hype mode. You can see my തകർപ്പൽ in this video കാരണം I am the cameraman of the video for കുറച്ച് നേരം. One thing is I really very happy about that. എൻ്റെ അമ്മ ഈ ട്രിപ്പ് വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു എന്നതാണ്. സോ ഈ ഡാൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ദാറ്റ് പർപ്പിൾ ലേഡി ഈസ് മൈ മാതാജി. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന നൃത്ത ചുവടുകളുടെ സ്റ്റോക്ക് തീർന്നപ്പോൾ വി സ്റ്റാർട്ടഡ് സിംഗിങ്. യെസ്, മ്യൂസിക് ഈസ് ദ ബെസ്റ്റ് തെറാപ്പി ടു ആക്ടിവേറ്റ് അസ് അഗെയിൻ. അതേല്ലോ, ഈണം, താളം, ശ്രുതി, ഈ വക സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല. കാരണം ഇവരാരും ഞങ്ങളുടെ അടുത്തൂടെ പോലും പോയിട്ടില്ല. വിശപ്പങ്ങ് മൂർധനാവസ്ഥയിലെത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അടുത്ത് കണ്ട ഒരു തട്ടുകടയിലേക്ക് ഞങ്ങൾ അങ്ങ് അടിച്ചങ്ങ് കയറി. 1 glass ഓഫ് വാട്ടറിൽ ആരംഭിച്ച് ഒരു ടീയിൽ അവസാനിച്ചൊരു ഡിന്നർ ആയിരുന്നു എൻ്റെത്. ഡാൻസിങ് ആഫ്റ്റർ ഈറ്റിംഗ് ഈസ് നോട്ട് ഗുഡ്. അതുകൊണ്ട് ഞങ്ങൾ ARM കണ്ടു. ഇറ്റ്സ് റിയലി സച്ച് എ ബ്യൂട്ടിഫുൾ മൂവി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പ്രഭാതമായി. ഐ തിങ്ക് ദ ടൈം ഈസ് 6 o'clock. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വ്യൂ ഓഫ് ഊട്ടി ത്രൂ മൈ ലെൻസ്. വി ആർ ഫീലിംഗ് എ ചെറിയ തണുപ്പ്, ബട്ട് ഡോണ്ട് വറി, ഞങ്ങൾക്കത് പ്രശ്നമല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എവിടെയാണ് ഈ ഓടി തുള്ളി ചാടി പോകുന്നത് എന്ന് വെച്ചാൽ, വി ആർ ഗോയിങ് ഫോർ എ ട്രെയിൻ ജേർണി. ഐ ആം അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ ഓഫ് കൂണൂർ. ഐ തിങ്ക് ഇറ്റ്സ് റൈറ്റ് പ്രൊനൗൺസിയേഷൻ, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇറ്റ് വാസ് ആൻ ഓൾഡ് കോൾ ട്രെയിൻ, സോ ഐ വാണ്ടഡ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. എനിക്കത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു തവണയെങ്കിലും ഒന്ന് പോയി നോക്കണം എന്ന്. ഇവിടെ വന്നപ്പോൾ മൈ ഫസ്റ്റ് അട്രാക്ഷൻ ഈസ് ദാറ്റ് ഒറ്റപ്പെട്ട ട്രീ ഇൻ കൂണൂർ. എന്താണെന്നറിയില്ല, ഐ ലൈക്ക് ഇറ്റ്. വളരെ അതിമനോഹരമായൊരു വ്യൂ. ആൻഡ് അഫ്കോഴ്സ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, എവിടെ പോയാലും ദ സെൽഫി ഈസ് ഓൾവേസ് മുഖ്യം ബിഗിലേ. അവിടെ നിന്നും കണ്ണു വെട്ടിച്ച് നേരെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഗുസ്തി കാണിച്ച് പീഡിപ്പിക്കുന്ന വാളറ്റ്സ്. അവിടെ നിന്നും ദേ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ദ ട്രീസ് ആർ ബ്ലൂമിങ്. ഐ ലൈക്ക് ബ്ലോസം. നീണ്ടു നിവർന്ന് കിടക്കുന്ന നടപ്പാതയിലൂടെ സ്വല്പം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. സോ അങ്ങോട്ട് നടന്നു. ഒരു നൊസ്റ്റാൾജിക് വൈബ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ. ദെൻ ക്യാമറ കണ്ടാൽ ഇതുപോലെ ഓടി വന്ന് പോസ്റ്റ് ചെയ്യുന്ന ചങ്കത്തികളുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. അവിടെ നിന്നും മേലോട്ടൊന്ന് നോക്കിയപ്പോൾ നീണ്ടു നിവർന്നൊരു സ്റ്റെപ്പ് കണ്ടു. ഇതിപ്പോൾ നമ്മൾ ടെമ്പിൾ റണ്ണ് കളിക്കുന്ന പോലെയാണ്. ഓരോ വഴികൾ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ഐ തോട്ട് ഐ വുഡ് കീപ് ദീസ് ഫ്ലവേഴ്സ് ആസ് എ മെമ്മറി. അതുകൊണ്ട് നേരത്തെ പറക്കി വെച്ച് അവളോട് ഒരെണ്ണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു വേണേ പറക്കിക്കോളാൻ. പറക്കിക്കൂട്ടിയ പൂക്കളുമായി പിന്നെ അങ്ങോട്ട് ഒരു 1.5 ഷോ ആയിരുന്നു. ദെൻ മുകളിലേക്ക് ചെന്നപ്പോൾ മൈ അമ്മ ഈസ് അനദർ ലെവൽ ഓഫ് ക്രൈസിനെസ്. ചെടി കണ്ട എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താണ്. അവിടെ കണ്ട ചെടികളെല്ലാം നോക്കിയിട്ട് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഒരുവിധം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് എടുത്ത് പൊക്കി വേറൊരു ബെഞ്ചിൽ കൊണ്ടുവന്നിരുത്തി. അവിടെ ചെന്നപ്പോൾ ആയിരുന്നെങ്കിൽ ക്യാമറ കണ്ടിട്ട് അവരുടെ വേറെ അനദർ ലെവൽ ഓഫ് ആക്ടിങ് ആയിരുന്നു. എവിടെ പോയാലും നമുക്കൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു കൂട്ടുകാരി ഉണ്ടാവില്ലേ? യെസ്, എനിക്കും അതുപോലൊരെണ്ണമുണ്ട്. ഹർ നെയിം ഈസ് ജിഷ. ഞാൻ വേണ്ട എന്ന് പറഞ്ഞ ബോഗൻ വില്ല എത്ര പെട്ടെന്നാണ് അവൾ പറിച്ചു കൊടുത്തത്. ഓൺലി ജസ്റ്റ് ഫോർ വ്ലോഗ് പർപ്പസ് ഐ കട്ട് ദിസ് ഫ്ലവർ. ടുഡേസ് മോഡ് ഈസ് സ്പോൺസർഡ് ബൈ എ കപ്പ് ഓഫ് ടീ. ആഫ്റ്റർ ദാറ്റ് ഒരുപാട് നേരത്തെ തെണ്ടിത്തിരിയൽ. ദെൻ വി സ്റ്റാർട്ടഡ് അവർ ട്രെയിൻ ജേർണി. ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോയിട്ട് പിന്നെ റിവേഴ്സ് എടുത്തു. സോ ഇതിൻ്റെ മെക്കാനിസം എനിക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ദ ഔട്ട്സൈഡ് വ്യൂ ഈസ് റിയലി ഫാന്റാസ്റ്റിക്. അതെന്നെ കാമാക്കി എന്ന് തന്നെ പറയാം. ഇടയ്ക്ക് ട്രെയിൻ ഒന്ന് നിർത്തിയ ഒരു പ്ലേസിൻ്റെ പേരാണ് ലൗഡെയിൽ. വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ഐ ചെക്ക് ദ ടെമ്പറേച്ചർ ഇൻ ഊട്ടി ഓൺ ഫോൺ, ബട്ട് പലരുടെ ഫോണിലും പലതാണ് കാണിച്ചത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കി ഗൂഗിൾ അമ്മച്ചിയും ഞങ്ങളെ പറ്റിച്ചു. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ സോ എ മോർണിംഗ് ലൈക്ക് വളരെ പ്രകൃതി രമണീയം. ആൻഡ് ഫൈനലി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ ഈസ് കോൾഡ് ഉദകമണ്ഡലം ഓർ ഉദകമണ്ഡലം, സംതിങ് ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ് ദാറ്റ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും ഞങ്ങളെ പിക്ക് ചെയ്യാൻ ഞങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു.
കാരണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം, ഫ്രഷപ്പ് ആവണം. സോ ഞങ്ങളുടെ ഹോം സ്റ്റേ കുറച്ച് ദൂരെയാണ്. സോ ഞങ്ങൾ ഓടിപ്പിടിച്ചങ്ങനെ വണ്ടി കയറി അവസാനം ഞങ്ങളുടെ ഹോം സ്റ്റേ ഉള്ള സ്ഥലത്തെത്തി. ഇവിടെ നിന്നാണെങ്കിൽ കുറച്ച് നടക്കാനുണ്ടായിരുന്നു, ബട്ട് ആ വാക്കിംഗ് ഈസ് ലൈക്ക് എ സംതിങ് സ്പെഷ്യൽ. അങ്ങനെ അവസാനം നടന്ന് 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 ഞങ്ങളുടെ ഹോം സ്റ്റേ കണ്ടെത്തി. ഇതാണ് ഞങ്ങൾ എടുത്ത റൂം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല റൂം. പിന്നെ എല്ലാം അങ്ങനെ ഷടപടി ഷടപടിയെന്നായിരുന്നു. ആൻഡ് ഐ എം പ്രൗഡ്ലി സേ ദാറ്റ് എന്നിട്ടും ഞങ്ങളായിരുന്നു ലാസ്റ്റ് റെഡിയായി വന്നത്. ഐ ഹാഡ് ഡൗട്ട് അബൌട്ട് ദ ബ്രേക്ക്ഫാസ്റ്റ് വുഡ് ബി ഗുഡ് ഓർ ബാഡ്. കാരണം നാട് വിട്ട് വന്നത് കൊണ്ട് നമ്മുടെ ഫുഡിങ് ഓക്കെ ആകുമോ ഇല്ലയോ എന്നൊരു ടെൻഷൻ എല്ലാവർക്കും കാണുമല്ലോ. ബട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. ഐ വിൽ ഗിവ് 10 ഔട്ട് ഓഫ് 10. ദെൻ വി വെന്റ് ടു ദി ഷൂട്ടിംഗ് പ്ലേസ്. അവിടെ ചെന്നതും ദാറ്റ് മങ്കി ഈസ് വെരി ആംഗ്രി അറ്റ് മീ, ബട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. ദ ഷൂട്ടിംഗ് പ്ലേസ് ഈസ് കോൾഡ് വെൻലോക്ക് ഡൗൺസ് നേച്ചർ ട്രെയിൽ. അങ്ങനെയാണെന്ന് തോന്നുന്നു. നെയിംസിന്റെ പ്രൊനൗൺസിയേഷൻ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് എനിക്കിത് അത്ര അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കാരണം പിന്നെ അങ്ങോട്ട് ഒരു ഒന്നൊന്നര വൈബായിരുന്നു. ലവ്ലി ക്യൂട്ടി കുട്ടിച്ചാത്തൻ. ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ദ പീരീഡ് ഓഫ് ഡിസ്കഷൻ. അതായത് ഞങ്ങൾക്ക് കുറച്ച് റീൽ എടുക്കാൻ തോന്നി. ആഫ്റ്റർ ദി ലോഡ് ഓഫ് ഡിസ്കഷൻസ് ഞങ്ങൾ റീൽ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ റീല് പിന്നെ 1 2 3 4 റീലോട് റീലായിരുന്നു. വെൻ ഐ ഫസ്റ്റ് റീച്ച്ഡ് ദിസ് പ്ലേസ് മൈ മൈൻഡ് ഫെൽറ്റ് വെരി പീസ്ഫുൾ ആൻഡ് ഹാപ്പി. അതിപ്പോൾ ക്യാമറ കൂടി കാണിക്കാൻ പറഞ്ഞാൽ ലൈക്ക് ദീസ്. വാട്ട് വാസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് കെയിം ടു മൈ മൈൻഡ് എന്ന് ചോദിച്ചാൽ, എത്ര അടിപൊളിയായിട്ടാണ് കർത്താവ് ഈ ലോകം സൃഷ്ടിച്ചത്. I'm really very thankful to God for the opportunity that has given to see these beautiful places. ദൈവം സൃഷ്ടിച്ചതെല്ലാം വളരെ വളരെ അതിമനോഹരമാണ്. ഐ ആം അഡിക്റ്റഡ് വിത്ത് മാംഗോസ് ആയതുകൊണ്ട് കുറച്ച് ഉപ്പും മുളകും ചേർന്ന മാംഗോ കഴിച്ചു. ദെൻ വി ഗോ ടു ദ ഡെസ്റ്റിനേഷൻ ടു സീ ദി പൈൻ ട്രീസ്. സോ അങ്ങനെ ഞങ്ങൾ കുറേ മരങ്ങൾക്കിടയിലൂടെ നടക്കാനെത്തി. പ്രകൃതി തന്നെ സ്വയം അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് തോന്നി. ആസ്തെറ്റിക് ആണോ വൈബാണോ എന്ത് തേങ്ങയാണ് എൻ്റെ തലയിൽ കൂടി ഓടുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം ഐ ആം ഒബ്സസ്ഡ് വിത്ത് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. നോർത്ത് സൗത്ത് റൈറ്റ് ഓർ ലെഫ്റ്റ് എവിടെ നോക്കിയാലും പൈൻ ട്രീസ് ആണ്. സോ ഐ തിങ്ക് ദാറ്റ് ദിസ് ഈസ് ദ മാജിക്കൽ പവർ ഓഫ് നേച്ചർ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും അധികം പൈൻ ട്രീസ് ഞാൻ ഒരുമിച്ച് കാണുന്നത്. സോ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ലെവൽ എന്ന് പറയുന്നത് കുറച്ച് ഹൈപ്പായിരുന്നു. കുറച്ച് ക്രേസ്നെസ്സും ഫോട്ടോഷൂട്ടും ഒക്കെ ആയി നേരം വല്ലാണ്ടങ്ങ് കടന്നുപോയി. അനുവദിച്ച സമയത്തിൻ്റെ പരിധി കഴിഞ്ഞു പോയത് കൊണ്ട് ഇനി ഇവരോടൊരു ഗുഡ് ബൈ പറയാണ്ട് വേറെ നിവൃത്തിയില്ല. ഊട്ടി വന്നിട്ട് എനിക്ക് മനസ്സിലായ ഒരേ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടുത്തെ കാലാവസ്ഥ എപ്പോഴാണ് മാറുകയെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വെയിലും കാണാം, ബട്ട് ഈ വെയിൽ വേണമെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ മഴയാകാം. സോ ടോട്ടലി അൺപ്രഡിക്റ്റബിൾ. ദെൻ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പാഞ്ഞു പോയത് ടീ ഫാക്ടറി കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്തിനാ വന്നതെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെയാണ് നമ്മുടെ തേയില ഉണ്ടാക്കുന്ന സ്ഥലം ആണ് എന്ന് മനസ്സിലായപ്പോൾ ഐ എം റിയലി വെരി ക്യൂരിയസ്. കാരണം നമ്മൾ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാണ്ട് ഇതെങ്ങനെയാ മേക്ക് ചെയ്യുന്നതെന്നുള്ള സംഭവം അറിയില്ല. ഈ ടീ ഫാക്ടറി എന്തിനാണ് ഇത്രയും ഉയരത്തിൽ കൊണ്ടുവച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. മേ ബി ഐ തിങ്ക് ഉയരം കൂടും തോറും ചായയുടെ സ്വാദും കൂടാം. ഇഫ് യു ആസ്ക് മീ വാട്ട് ഈസ് ദ പ്രോസസ്സിംഗ് ഓഫ് മേക്കിംഗ് ദ ടീ പൗഡർ ഇൻ ദിസ് ഫാക്ടറി എന്ന് ചോദിച്ചാൽ എനിക്കൊരു കുന്തവും മനസ്സിലായിട്ടില്ല. കാരണം there was no one to tell about it. അതുകൊണ്ട് എനിക്ക് എന്താണ് മനസ്സിലായത് എന്ന് ചോദിച്ചാൽ, ആദ്യം കുറേ ലീവ്സ് എല്ലാം ഇങ്ങനെ ക്രഷ് ചെയ്യുന്ന കണ്ടു. ദെൻ അവിടെ നിന്നും അത് വേറൊരു മെഷീൻ പോയിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കുന്ന കണ്ടു. അത് കഴിഞ്ഞിട്ട് ഒരു പരന്നിരിക്കുന്ന ഒരു സ്ലൈഡ് പോലത്തെ ഒരു സംഭവം വഴി അതൊരു ഗുഹ പോലുള്ള ഒരു അകത്തേക്ക് കയറുന്ന കണ്ടു. അവിടെ നിന്നും വീണ്ടും അത് വേറൊരു സ്ഥലത്തേക്ക് പോയപ്പോഴേക്കും അതിൻ്റെ കളേഴ്സ് എല്ലാം ചേഞ്ച് ആവുന്നത് കണ്ടു. ഇവിടെ ദാറ്റ് 2-3 ചേട്ടന്മാർ എന്തൊക്കെയോ പണിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കളർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവസാനം ആ ഇല ഈ ഒരു പരുവായിട്ട് വരും. ഇവിടെ നിന്നും അത് വീണ്ടും വേറൊരു മെഷീനിലേക്ക് പോയിട്ട് അവിടെയാണ് നമ്മുടെ ശരിക്കുള്ള തേയിലയായിട്ട് ഇത് മാറുന്നത്. ഇതിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് നമ്മളൊരു സ്റ്റെപ്പ് വഴി ഇറങ്ങുമ്പോൾ അവർ നമുക്ക് കുറച്ച് ടീ തരും. അത് ഫ്രീ ടീ ആണ്, ഈ തേയില കൊണ്ടുണ്ടാക്കിയ ടീ. ഈ ടീ കുടിച്ചപ്പോഴാണ് ആ കാര്യം എനിക്ക് പിടികിട്ടിയത്. ദിസ് ഈസ് ദ സ്റ്റേജ് ഓഫ് കൺവിൻസിങ്. കാരണം ഈ ടീ കുടിക്കുമ്പോൾ നമുക്ക് ഈ ടീ പൗഡർ മേടിക്കാൻ തോന്നും. കാരണം അത്ര അടിപൊളി ടീ ആയിരുന്നു അവിടെ നിന്ന് കിട്ടിയത്. സോ ഈ ടീ പൗഡർ ഇട്ടാൽ ഇങ്ങനെ നല്ല അടിപൊളി ടീ കിട്ടും അല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ടീ പൗഡർ വാങ്ങിച്ചു. യെസ് ഗൈസ്, വി ആർ ട്രാപ്ഡ് ഇൻ ദ ബിസിനസ് ഐഡിയാസ്. അടിപൊളിയല്ലേ? അവിടെ നിന്ന് നേരെ ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറി കയറി. ഞാൻ വിചാരിച്ചു ഇവിടെ വരുമ്പോൾ ഒരുപാട് ചോക്ലേറ്റ്സ് കിട്ടും, ഞാൻ അങ്ങ് തിന്നു മരിക്കുന്നു. ബട്ട്
അതെല്ലാം വെറുതെ ആയിരുന്നു. കാരണം എവറിത്തിങ് വാസ് പ്രൈസ്ഡ് വെൽ. എല്ലാം ഒടുക്കത്തെ വിലയായിരുന്നു. സോ എന്നാലും ഞാൻ അമ്മയോട് പറഞ്ഞു, "അമ്മ എനിക്ക് പ്ലെയിൻ ചോക്ലേറ്റ് വേണം, വൈറ്റ് ചോക്ലേറ്റ് വേണം, ഡാർക്ക് ചോക്ലേറ്റ് വേണം." ബട്ട് അമ്മ എല്ലാം എനിക്ക് വാങ്ങിയൊക്കെ തന്നു. സോ അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ ഓവർ. പിന്നെ അറിയാലോ, വിശപ്പിൻ്റെ മാസ്മരികത മനസ്സിലങ്ങ് വല്ലാണ്ട് തട്ടിയപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി. ബിരിയാണിയാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. ഫുഡിൻ്റെ കാര്യത്തിൽ നോ എക്സ്ക്യൂസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിംഗ് പോകാൻ തീരുമാനിച്ചു. അത് ഞങ്ങൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റിന് കുറച്ച് അടുത്തായിരുന്നതുകൊണ്ട് നടന്നാണ് പോയത്. ഇടയിൽ വഴിയിൽ വെച്ച് ഞങ്ങൾ ഊട്ടിപ്പൂ മേടിച്ചു. ചില ആൾക്കാർ കോൺ അങ്ങനെ കഴിക്കാനായി കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മേടിച്ച് ഞങ്ങൾ നേരെ ബോട്ടിങ്ങിനെത്തി. ദിസ് ഈസ് ദ ഡെസ്റ്റിനേഷൻ. അകത്ത് കയറിയപ്പോൾ എനിക്ക് ആദ്യം ലവനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബട്ട് അവൻ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. ദ ബ്ലഡി ബഗർ. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ ക്യൂ ആണ്. അങ്ങനെ കുറേ നേരം ക്യൂ നിന്നിട്ടാണ് അകത്തേക്കുള്ള എൻട്രി പാസ് ടിക്കറ്റ് നമുക്ക് കിട്ടിയത്. അതിനിടയിൽ ഇവിടെ ഇങ്ങനെ നല്ല മനോഹാരിതമായിട്ടുള്ള കുറേ കാഴ്ചകളുണ്ടായിരുന്നു. കുറച്ചു നേരം നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് ഒന്ന് തോണിയൊക്കെ തുഴഞ്ഞ് മാനസമയിലേക്ക് പാടി ആഹ്ലാദിക്കാം എന്ന് ആഗ്രഹിച്ചെങ്കിലും ആ വെള്ളം കണ്ടപ്പോൾ എനിക്ക് ഭയമായി. കാരണം എങ്ങാനും ഞാൻ വെള്ളത്തിൽ പോയാലോ എന്നുള്ള പേടി കാരണം ആ ആഗ്രഹം അങ്ങോട്ട് ഉപേക്ഷിച്ചു. എന്നിട്ട് അന്തസ്സായി ബാക്കിയുള്ള ആൾക്കാരെല്ലാം തോണിയിൽ പോകുന്നത് കണ്ണിറയെ കണ്ടുകൊണ്ടിരുന്നു. ആഹാ, അന്തസ്! എന്ത് കളർഫുൾ ആയിട്ടുള്ള തോണിയാണെന്നുണ്ടോ. ഇവിടെ എവിടെ നോക്കിയാലും എല്ലാം ഭയങ്കര കളർഫുള്ളാട്ടോ. നമ്മൾ ദൂരെ നിന്ന് വീടൊക്കെ നോക്കിയാൽ പല പല കളേഴ്സിൽ പെയിൻറ് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ എവിടെ നോക്കിയാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് കാണാം. അങ്ങനെ ഷോപ്പിങ്ങിന് പോയാൽ അവിടെയും ഫുൾ കളർഫുൾ. അങ്ങനെ മൊത്തത്തിൽ ഒരു കളർഫുൾ ഊട്ടിയാണ് ഞാൻ കണ്ടത്. എന്തിനേറെ പറയുന്നു, ആ തുള്ളി കളിക്കുന്ന ആൽഫബറ്റ് ഉണ്ടോ, അതുപോലും കളർഫുള്ളാണ്. ദെൻ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ബോട്ടിങ്ങിനോടൊരു ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ വണ്ടി കയറി. പിന്നെ കുറച്ച് നേരം വണ്ടിയിലുള്ള യാത്രയായിരുന്നു. അപ്പോഴേക്കും ഇവിടുത്തെ കാലാവസ്ഥ കംപ്ലീറ്റ് മാറി. ഇരുട്ടായി. പെട്ടെന്ന് തന്നെ ഇരുട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല മഴയായി. ആകെ മൊത്തം ഡാർക്ക് സീൻ. എന്നാലും ഞങ്ങൾ മഴയൊന്നും നോക്കിയില്ല. ഞങ്ങൾ നേരെ പർച്ചേസിനിറങ്ങി. അപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ കുട്ടികൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വെച്ചിട്ട് റോഡ് ക്രോസ് ചെയ്യാണ്. കാണാൻ തന്നെ എന്നെ അടിപൊളിയാണ്. അങ്ങനെ കിട്ടിയ സമയത്ത് ഏതൊക്കെ ഷോപ്പിൽ കയറാൻ പറ്റുമോ, എന്തൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ആകെക്കൂടി ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു പർച്ചേസിംഗ് ഒക്കെ ഞങ്ങൾ അങ്ങോട്ട് നടത്തി. എന്തിനേറെ പറയുന്നു, കളഞ്ഞു പോയെന്ന് ഞാൻ കരുതി എൻ്റെ പ്രിയതമൻ പിക്കാച്ചുവിനെ വരെ ഞാൻ അവിടെ വെച്ച് കണ്ടുമുട്ടി. അങ്ങനെ അവനെയും മേടിച്ചു. അങ്ങനെ ആഫ്റ്റർ ദാറ്റ് ഒരുപാട് നേരത്തെ തെണ്ടിത്തിരിയാൽ ഞങ്ങൾ വീണ്ടും എഖീൻ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാനെത്തി. ഇതാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റ്. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ്. ഇത് കണ്ടോ, ഇവിടെ ഇത്രയും ടൂറിസ്റ്റുകാർ ഇപ്പോൾ തന്നെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഈ ബസ്സുകളുടെ എണ്ണം എടുത്തപ്പോൾ തന്നെ ഞാൻ ശരിക്കും അന്തം വിട്ട് കുന്തം വിഴുങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി. ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം മഴ കാരണം ഞങ്ങൾക്ക് പിന്നെ പ്ലാൻ ചെയ്ത സംഭവങ്ങളെല്ലാം ക്യാൻസലായി. നമ്മുടെ ഫയർ ഡാൻസും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം. എഗെയിൻ രാത്രി മുഴുവൻ നമ്മൾ വണ്ടിയിലുള്ള യാത്രയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തില്ല. എല്ലാവരും ഭയങ്കര ടയർഡായി ഉറക്കമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പിന്നെ കുറേയൊക്കെ കിടന്ന് ഉറങ്ങി. അന്ന് എനിക്ക് വീണ്ടും ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാനിങ്ങനെ ഊട്ടിയിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമായിരുന്നു. നമ്മുടെ ഊട്ടി പൂ, നമ്മുടെ പിക്കാച്ചു, അവനെ ഞാനെടുത്ത് എൻ്റെ ടേബിളിലൊക്കെ ഇരുത്തി. അങ്ങനെ മൊത്തത്തിൽ ഊട്ടി വിട്ട് വന്നെങ്കിലും ഒരു ഊട്ടി വൈബിലായിരുന്നു വീട്ടിലും ഞാനും. കാരണം എനിക്ക് ഒത്തിരി ഒത്തിരി ഓർമ്മകളൊക്കെ നൽകിയ ഒരു നല്ലൊരു ട്രിപ്പായിരുന്നു ഈ ട്രിപ്പ്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം. ആദ്യം ഒക്കെ എന്നോട് ആരെങ്കിലും ഊട്ടി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആകെ സിനിമയിൽ കേട്ടിട്ടുള്ള ഒരൊറ്റ ഡയലോഗ്, അതായത് നമ്മുടെ വെൽക്കം ടു ഊട്ടി ആൻഡ് നൈസ് ടു മീറ്റ് യു. പിന്നെ ആകെ അറിയാവുന്നത് ഊട്ടി ഭയങ്കര തണുപ്പാണ്. ഇതല്ലാണ്ട് എനിക്ക് ഊട്ടിയെപ്പറ്റി ഒരു കുന്തും അറിയില്ലായിരുന്നു. ബട്ട് ഇന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഊട്ടിയെപ്പറ്റി പറയാൻ എനിക്ക് ഒരുപാട് കഥകൾ എൻ്റെ കയ്യിലുണ്ട്. ഒരുപാട് ഒരുപാട്. സോ ദ ബ്യൂട്ടി ഓഫ് ഊട്ടി ത്രൂ മൈ ലെൻസ് ഈസ് ലൈക്ക് ദിസ്.